നാദിർഷ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിലെ ടൈറ്റിൽ ട്രാക്കിലെ ഫിംഗർ ഡാൻസിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കൊച്ചിക്കാരനായ ഇംതിയാസ് അബൂബക്കർ. വർഷങ്ങളായി ഫിംഗർ ഡാൻസ് ചെയ്യുന്നുണ്ട് എങ്കിലും ആദ്യമായാണ് മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇംതിയാസ്. ഡാൻസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. പലതരത്തിലുള്ള ഡാൻസ് ഉണ്ട്. എന്നാൽ ഫിംഗർ ഡാൻസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? എന്താണ് ഈ ഫിംഗർ ഡാൻസ്? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണോ? നമ്മൾ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ സ്വന്തം മലയാളിയായ കൊച്ചിക്കാരനായ ഒരു യുവാവുണ്ട്, ഇംതിയാസ് അബൂബക്കർ. ഫിംഗർ ഡാൻസ് കൊണ്ട് പ്രേക്ഷകരെ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണ് ആശാൻ. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഫിംഗർ ഡാൻസ് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നുള്ള നാദിർഷയുടെ സിനിമയില് ഒരു ടൈറ്റിൽ സോങ്ങിൽ വന്ന് ഇപ്പൊ സിനിമ കണ്ട പ്രേക്ഷകരെല്ലാരും തപ്പി നടക്കാണ്. ഇത് ആരാണ്, ഇത് എവിടെ നിന്നാണ്? അപ്പൊ കൊച്ചിക്കാരനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇരട്ടി സന്തോഷം. എന്താണ് ഈ ഫിംഗർ ഡാൻസ്? ഫിംഗർ ഡാൻസ് നമ്മൾ കണ്ട പോലെ ഫിംഗേഴ്സിൽ ചെയ്യുന്ന ഒരു ഡാൻസ് എന്ന് മാത്രം പറയാം. ബട്ട് അത് കാണുന്നത്ര വളരെ ഈസിയായ ഒരു സംഭവമല്ല എന്നുള്ളൂ. ഫിംഗർ ഡാൻസ് നമുക്ക് ഇരുന്നൊക്കെ ഡാൻസ് ചെയ്യാം. ഫിംഗേഴ്സ് ഇപ്പൊ ഇരുന്ന് ചെയ്യാം, ഇപ്പൊ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ചെയ്യാം. ബട്ട് നമ്മളൊരു മൂവി അതിനൊക്കെ പോകുമ്പോൾ നമ്മുടെ പൊസിഷനിങ് എല്ലാം മാറും. അപ്പോ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? നാദിർഷയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് ജനുവരിയിലാണ് നാദിർഷയുടെ കോള് വരുന്നത്. ഇങ്ങനെ ഇംതിയാസ് നാദിർഷയാണ് ഇങ്ങനെ ഫിംഗർ ഡാൻസ് ചെയ്യണ്ടോന്ന് വെച്ചു. ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്റെ ഒരു സിനിമയുണ്ട്, അതിൽ ഒരു ടൈറ്റിൽ സോങ് ഫിംഗേഴ്സിൽ ചെയ്താന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഒന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ സോങ് എനിക്ക് അയച്ചു തന്നു. അപ്പൊ അയച്ചപ്പോ അന്ന് ഹിഷാം അതിന്റെ മ്യൂസിക് ഡയറക്ടർ പാടിയ വേർഷൻ തന്നെയാണ്. അപ്പൊ കേട്ടപ്പോ ഗംഭീര സോങ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് കൊള്ളാം, എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഐ വാണ്ട് ടു ഫ്ലൈ വിത്ത് മൈ ഫിംഗേഴ്സ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞു പുള്ളിയെടുത്ത്. അപ്പൊ നീ വർക്ക്. അപ്പൊ അങ്ങനെയാണ് കോൺസെപ്റ്റ് ഉണ്ടാക്കി ഇക്കടുത്ത് പറഞ്ഞു. അപ്പൊ ഇക്ക അത് അപ്രൂവൽ തന്നു. അന്ന് ശരി, എന്നാ നീ നിന്റെ എങ്ങനെയാണ് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ്. അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നില്ലേ? കാരണം നമ്മൾ സാധാരണ ഒരു ഷോ ചെയ്യുന്ന പോലെയല്ല, ഒരു സിനിമയിൽ വരുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കൈകൊണ്ടല്ല ചെയ്യുന്നത്. അത് ഞാൻ അതിന്റെ സീൻസ് കുറച്ച് കണ്ടു. കിടന്നിട്ടൊക്കെയാ അല്ലെ ഫിംഗർ കൊണ്ട് ചെയ്ത്? അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമുക്ക് കുറെ നേരം ഇങ്ങനെ ബെൻഡ് ചെയ്ത് കിടക്കുമ്പോ അങ്ങനെ ബ്ലഡ് കുറെ നേരം ഹെഡിലോട്ട് വരും, കുറച്ചു നേരം ബ്ലാങ്ക് ആവും. അപ്പോ അതിന് റെസ്റ്റ് എടുക്കണം. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ, ചില ഫസ്റ്റ് ഡേയിലൊക്കെ ചെറിയ ബ്ലഡ് ഒക്കെ വന്നിരുന്നു. കുറെ നേരം കിടന്നുണ്ടായിരിക്കാം. ബാക്ക് പെയിൻ ഒക്കെ വരും. ആ പൊസിഷൻ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ കണ്ടാലും BTSിലൊക്കെ അറിയാം, അതിന്റെ ഷൂട്ട് ചെയ്തതിന്റെ ബിഹൈൻഡ് മേക്കിംഗ് വീഡിയോയിലൊക്കെ അതിനെ കുറിച്ച് കാണാൻ സാധിക്കും. ബട്ട് എന്താണ് എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ അത് നമ്മൾക്ക് ഓക്കെയാണ്. ബട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ ഈ ഷൂസ് കിട്ടാനൊക്കെയാണ് നമ്മൾക്ക് പ്രോബ്ലം. ക്യാരക്ടേഴ്സ് ഇതെങ്ങനെയാ ചെയ്തത്? ഇത് നമ്മളുടെ സ്ഥിരം നമുക്ക് ചെയ്യുന്ന കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, അവര് തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തത്. ലൈക്ക് പ്രിയ, ലൈജു, കാര്യം അവരെ പ്രത്യേകം പറയണം. നമ്മള് ഇത് അത്ര ഈസി അല്ല ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഫിംഗേഴ്സിന്റെ. ഇതും ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്തു. ബട്ട് ഷൂസ് ആണ് എനിക്ക് പ്രശ്നം. അതെ, ഇത്രയും ചെറിയ ഷൂസ് നമുക്ക് ഒരു കടയിലും കിട്ടത്തില്ല. എബ്രോഡൊന്നും ഇന്ത്യയിലില്ല, നമ്മൾ USA എന്നാണ് എല്ലാം എടുത്തത്. ചിലതൊക്കെ ഇവിടെ നമ്മൾ പിന്നെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ട് ചെയ്തു. അപ്പൊ ഷൂസ് തന്നെ നമ്മളൊരു റിസ്ക് ഫാക്ടറാണ്. ഇതിന്റെ ഫസ്റ്റ് ടെൻഷൻ എനിക്ക് ഷൂസ് ആയിരുന്നു. ഇക്കടെ കോള് കഴിഞ്ഞ് വെച്ചപ്പോഴേക്കും ഷൂസ് ഞാൻ എന്തൊക്കെ എടുക്കണോന്നാണ് ആദ്യം. ബട്ട് അതെല്ലാം സെറ്റായി. പിന്നെ കോസ്റ്റ്യൂം, പിന്നെ അതിന്റെ ആർട്ട് വർക്ക്, അതെല്ലാം നന്നായിട്ട് വന്നിട്ട് ഇതിന്റെ ക്യാമറ, എല്ലാരും നല്ലൊരു ടീം വർക്ക് ആയിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഈ പറയുന്നത്. ഈ ഫിംഗർ ഡാൻസ് എന്നുള്ളൊരു ഒരു ഇഷ്ടം എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഫിംഗർ ഡാൻസ് ഇങ്ങനെ നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച ഒരു ആർട്ട് ഫോം ഒന്നുമല്ല. ഞാനൊരു ടീച്ചറായിരുന്നു, ഡാൻസ് ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു, കൊറിയോഗ്രാഫറായിട്ട് പണ്ട് മുതലേ ചെയ്യുന്നത്. അപ്പൊ 2009-10 കാലഘട്ടങ്ങളിലാണ്. അപ്പൊ ഇടയ്ക്ക് ഞാൻ ആ സമയത്ത് ഞാനൊരു വേൾഡ് ടൂർ ചെയ്യുന്ന ടൈമാണ്. നാട്ടിൽ വരുമ്പോഴേക്ക് എന്റെ കസിൻസിനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും, ചെറിയ ചെറിയ ഷോസ് ഒക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ഒരിക്കലും ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇതേപോലെ ഇരിക്കുക. അപ്പൊ അന്ന് കുട്ടികൾ മുട്ടിൽ ഇങ്ങനെ ബെൻഡ് യുവർ നീസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് റൈറ്റിലേക്ക് കിക്ക് ചെയ്തെന്ന് ഞാൻ ഫിംഗേഴ്സിലാണ് ഞാൻ കാണിച്ചത്. അതൊന്നും സ്ട്രൈക്ക് ആയതാണ്. അപ്പോ അതുണ്ടാകാൻ കാരണം മറ്റുള്ള ഇൻസ്പിറേഷനൊക്കെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ടോം ആൻഡ് ജെറിയിൽ നമ്മൾ ഹാൻഡ് പോയി കണ്ടിട്ടുണ്ട്, ഒരു സൈക്കോ എന്ന് പറഞ്ഞിട്ട് മൂവിൽ. അങ്ങനെ പല സ്ഥലത്തൊക്കെ ഇത് നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായിരിക്കാം ഇതിങ്ങനെ പോയത്. ബട്ട്
അവിടെ നിന്ന് നമ്മൾ ഈ ഡാൻസ് അപ്പൊ വന്നാൽ ഇതിന് ഫസ്റ്റ് നമ്മൾ വേറെ പൊസിഷനാണ്, ഹാൻഡ് പൊസിഷനായിരുന്നു. ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല. രണ്ട് ഹാൻഡ് ഇങ്ങനെയാണ് നമ്മൾ പിടിച്ചത് ആദ്യം. പിന്നീട് നമ്മൾ ഇങ്ങനെയായത്. അപ്പൊ അതിന് കുറെ ടൈം എടുത്തു ഇതിനൊക്കെ. പിന്നെ നമ്മൾ ഡാൻസ് ചെയ്ത് അപ്പൊ ആദ്യം എല്ലാവരും ടേബിള് മാതിപ്പൊളിക്ക് ഓണതൊക്കെ ബട്ട് ഇത് നമ്മള് അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയൊക്കെ വരും ഇത് സംഭവം. അങ്ങനെ എന്റെ മദർ സ്റ്റിച്ച് ചെയ്യും, മദർ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് തന്നു. പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട് രാജേഷ്. അപ്പൊ രാജേഷാണ് എനിക്ക് ആദ്യം ഒരു ക്യാരക്ടറിനൊക്കെ എന്റെ രണ്ട് ഹാൻഡിലും വരച്ചു തന്നു. അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കി, ഒരു സോങ് ഷൂട്ട് ചെയ്തു, നമ്മളുടെ ഹാൻഡി ക്യാമിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പൊ നല്ലൊരു വർക്കായിട്ട് എല്ലാവരും പറഞ്ഞു. അത് പറഞ്ഞ് എന്നെ പുറത്തേക്ക് വിട്ടെന്ന് പറഞ്ഞാല് പിന്നെ ഈ നമ്മളുടെ അത് പറയണം, നമ്മുടെ ജാഫർ ഇടുക്കിയും രമേശ് പിഷാരടിയും ആണ്. ഇത് കണ്ടിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി, പറഞ്ഞു നല്ല വർക്ക്, ഇത് നല്ല സംഭവമാണ്, എല്ലാവരും അറിയണം. പിന്നെ അങ്ങനെയാണ് ഞാൻ പബ്ലിക്കിലോട്ടൊക്കെ ഇത് കൊണ്ടുപോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡും സ്വന്തമാക്കി. എങ്ങനെയാണ് ആ ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കണം, കുറച്ചുകൂടി ഇത് ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം എപ്പോഴാണ്? അത് 2011 തുടങ്ങിയാണ്. ഫസ്റ്റ് നമ്മൾ വേൾഡ് ഫസ്റ്റ് ടൈം ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു വാലന്റൈൻസ് ഡേക്ക്. അപ്പൊ അത് ഞാനൊന്ന് അപ്ലൈ ചെയ്തു. അപ്പൊ അവർ റിപ്ലൈ ഒന്നും ഇങ്ങനെ കിട്ടില്ല, ഇതിന് വേൾഡ് റെക്കോർഡ് കിട്ടാനുള്ള ചാൻസ് അല്ല, ബിക്കോസ് ഇതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓൾറെഡി ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം. അപ്പൊ ഈ ഫിംഗർ ഡാൻസിന്റെ പല പ്രൊജക്ടുകളും ചെയ്യുമ്പോൾ പലരും നമ്മളീ പറഞ്ഞ് പുറത്ത് 2-3 പേരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ചെയ്യാത്ത എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യണം. നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഇവിടെ വേൾഡ് റെക്കോർഡ് 2017 നമ്മൾ കണ്ടക്ട് ചെയ്തത് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളുമാരിലുള്ള. അത് വലിയൊരു ആഗ്രഹം, ഇങ്ങനെ വേൾഡ് റെക്കോർഡിൽ എത്തണം. അപ്പൊ എന്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പൊ ഇതാരും ചെയ്തിട്ടില്ല. ഇപ്പോഴല്ല, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ചെയ്യുമായിരിക്കാം. അന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യയിൽ നിന്നാവും. ഞങ്ങൾ വന്ദേ മാതരം എന്നൊരു സോങ്ങാണ് ചെയ്തത് അന്ന്. 1001 കൈകൾ വെച്ചാണ് ചെയ്തത് നമ്മളന്ന്. സോ അതിന് നമുക്ക് നാഷണലും വേൾഡ് റെക്കോർഡും ഒക്കെ കിട്ടിയതിന് എനിക്കൊരു ഡോക്ടർ, അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നാഷണൽ റെക്കോർഡും വേൾഡ് റെക്കോർഡും ഉള്ളതുകൊണ്ട് ഒരു ഡോക്ടറേറ്റ് വന്നിരുന്നു. അപ്പൊ ഞാനന്ന് എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയാണ് അയച്ചത്. ഇങ്ങനെ ഇതില് ഫിംഗേഴ്സ് ഡോക്ടറേറ്റ്, അത് എടുത്തിട്ടില്ല, ഇങ്ങനെ എടുക്കണം, അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു തീരുമാനം കൂടിയാണ്. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ എനിക്കൊരു കസിൻ ബ്രദറുണ്ട്, ഒരു ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള. അയാളിൽ നിന്നും കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ. കാര്യം ഒരു ദിവസം എന്റെ ഇതുപോലെ മുമ്പ് ചാനലിലൊക്കെ ഇങ്ങനെ ന്യൂസ് വന്നപ്പോ ഒരു ദിവസം വീട്ടിൽ പോയപ്പോ എന്റെ കണ്ടാന്ന് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചാൽ കൈ കാണിച്ചു. ഇങ്ങനെ കൈ കാണിച്ചപ്പോ ആന്റിയുടെ ഒരു കൗണ്ടർ ഉണ്ട് സ്കൂളിൽ. ഇവർക്ക് ഒരുപാട് ഫിംഗേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കും ഇവർക്ക്. ഇപ്പൊ ക്രഷിങ്, ഇത് എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസ്. അപ്പൊ ഇവൻ മടിയാണ് അത് ചെയ്യാനായിട്ട്, ഇവിടെ വരില്ല എനക്കുന്നുണ്ടെന്നാണ് എന്റെ അടുത്ത് ആന്റി ഇങ്ങനെ തമാശക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് സ്പാർക്കായി എനിക്ക്. അപ്പൊ ഇവന് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ ചെയ്യും. ബട്ട് ഇത് ഡാൻസ് അല്ല അവരെ ചെയ്യിപ്പിക്കേണ്ട. സോ അങ്ങനെ അന്നൊരു 10 വർഷത്തോളം എടുത്തു ഇത് ഡിസൈൻ ചെയ്യാൻ. ഇത് ഡാൻസ് അല്ല അവർക്ക് ചെയ്യിപ്പിക്കുന്ന ഓരോ എക്സസൈസുകളാണ്, കുറച്ച് ലെവലുകളാണ്, ഒരു 25 ലെവലുകളാണ്. ഈ ലെവൽസ് കഴിയുമ്പോഴൊരു 10 ലെവലൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ കോൺസെൻട്രേഷൻ, പിന്നെ എന്താ പറയാ, ഇത് ഫോഴ്സ്ഫുള്ളി ചെയ്യണ്ട. നമ്മളൊരു ക്ലാസ് കണ്ടറിയാം, നമ്മൾ ചെന്നെടുത്ത ഉടനെ അവർ റിയാക്ട് ചെയ്തതിന്. സോ ആ രീതിയിൽ തന്നെ ഡിസൈനിങ്. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. കാര്യം അതിനൊരു ക്യാച്ച് ചെയ്യുന്നുള്ള നമ്മുടെ അടുത്ത് എനിക്കതിന് ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അപ്പോ പുള്ളിക്കാരന് ഞാൻ ഇതുപോലെ 2022 നമ്മളിത് 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ രക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ. പക്ഷെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സെൻ. അപ്പൊ അന്നൊരു ക്ലാസ് ഞാൻ എടുത്തു. പിന്നെ ഞാൻ അവിടെ ചെല്ലുന്ന 1 വർഷത്തിന് ശേഷമാണ് ആ സ്കൂൾ. 1 വർഷം കഴിഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ കണ്ടപ്പോ സെൻ ഇങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? സെൻ വന്ന് മൈക്കിൾ ജാക്സന്റെ മൂഡ് വാക്കാണ് കാണിച്ചത്. ഞാൻ ഷോക്ക്ഡായി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കണ്ടില്ലേ അവർക്ക് ഇത്ര ക്യാഷ് ആവുണ്ട്. പല കുട്ടികളും കാണിച്ചു ഇങ്ങനെയൊക്കെ തന്നെ. സോ അവിടെ നിന്ന് തുടങ്ങി നമ്മള് പിന്നെ ഇപ്പൊ എല്ലായിടത്തും എല്ലാ സ്കൂളുകളിലേക്കും ടീച്ചേഴ്സിനാണ് ട്രെയിനിങ് കൊടുക്കണം, പാരന്റ്സിനും ഇത്ര ലെവലുകൾ ചെയ്ത് നമ്മൾ തരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. കുറെ എന്താ പറയാ മിനിയേച്ചേഴ്സ് ഒക്കെ തന്നെയുണ്ട്. നമ്മൾ ഇതുപോലെ നമ്മള് ലിറ്റിൽ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കൂടി ഉണ്ട്. ലിറ്റിൽ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് ഡിസൈനിങ്ങുകളാണ്. അപ്പൊ അതുകൂടി ഒക്കെ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നു അങ്ങനെ പറയാം. അപ്പം സിനിമയിലെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കൊറിയോഗ്രാഫറും കൂടിയാണ്. എങ്ങനെയുണ്ട് സിനിമ ആ ഒരു
ലൈഫൊക്കെ? സിനിമ ലൈഫ് നന്നായിട്ട് പോകണം. നല്ല 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 സോങ്ങുകളുണ്ട്. ഇപ്പൊ വർക്കുകൾ എന്റെ റിലീസ് ചെയ്യാനുണ്ട്. ഇപ്പോഴും റിലീസ് ഇപ്പൊ വൺസ് അപ്പോൺ എ ടൈമാണ് ലാസ്റ്റ് റിലീസ്. അതിനിയും കുറച്ച് മൂവികൾ റിലീസ് ആകാനുണ്ട്. പിന്നെ ഇപ്പോഴും ഷൂട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ ഷൂട്ടുകൾ നടക്കണം. സിനിമ സജീവമായിട്ട് പോകുന്നു ആസ് എ കൊറിയോഗ്രാഫർ. പിന്നെ ഇപ്പോ ഞാൻ ഡയറക്ഷൻ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ വർക്കുകൾ നടന്നു. ഇപ്പൊ ഒരു ചീഫായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു പ്രൊജക്ട്. നെക്സ്റ്റ് നമ്മളൊരു ഓൺ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും ഈ ഫിംഗർ ഡാൻസിലൂടെ വീണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കട്ടെ. താങ്ക് യു. എനിക്കും വളരെ സന്തോഷമാണ്.